ഇത് ജീവിതത്തിലെ ഒരു അസാധാരണമായ ഒരു സംഭവമാണ്. എനിക്ക് ഏറ്റവും വലിയ അനുഭവങ്ങൾ ജനങ്ങളുമായി സമ്പാദിക്കുമ്പോഴാണ് ഉണ്ടാകുന്നത്. നന്ദി പറയാൻ എനിക്ക് വാക്കുകളില്ല. ഉമ്മൻചാണ്ടി എന്ന അതികായൻ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മകളിൽ പ്രധാനപ്പെട്ടത് ജനങ്ങളുമായുള്ള അദ്ദേഹത്തിനുള്ള ഇഴയെടുപ്പമായിരുന്നു. അദ്ദേഹം മിക്കപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യം, തൻ്റെ ഗുരു എന്നത് പുസ്തകങ്ങൾ മാത്രമായിരുന്നില്ല. തനിക്ക് ജനങ്ങളിൽ നിന്നും ലഭിക്കുന്ന അറിവായിരുന്നു അദ്ദേഹത്തിൻ്റെ ഗുരു എന്നായിരുന്നു. പുസ്തകങ്ങൾ വായിക്കുന്നതിനേക്കാൾ ഉപരി ജനങ്ങളുമായുള്ള ഇഴയടപ്പവും ബന്ധവും തനിക്ക് സമ്മാനിച്ചിരുന്നത് വലിയ അനുഭവങ്ങളായിരുന്നു എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പാഠം. ഈ വലിയ ബഹുമതി അത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു ക്രെഡിറ്റായിട്ട് ഞാൻ ഒരിക്കലും കാണത്തില്ല. കാരണം അത് എൻ്റെ ദൈവാനുഗ്രഹം, പാർട്ടിയുടെ പ്രത്യേക പരിഗണന, ജനങ്ങളുടെ സ്നേഹവും കരുതലും അതുകൊണ്ടുണ്ടായ ഒരു നേട്ടമായിട്ട് മാത്രമേ ഇവിടെ എനിക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ സാധാരണ എന്നെക്കുറിച്ച് പറയുന്നൊരു കാര്യം എപ്പോഴും ആൾക്കൂട്ടത്തിലാണ് ഞാൻ എന്നാണ്. ഇന്നിവിടെയും പലരും പറഞ്ഞു, അത് ശരിയാണ്. ആൾക്കൂട്ടത്തിൽ തന്നെയാണ്, അത് ശരിയാണ്. എനിക്ക് ഏറ്റവും വലിയ അനുഭവങ്ങൾ ജനങ്ങളുമായി സമ്പാദിക്കുമ്പോഴാണ് ഉണ്ടാകുന്നത്. ഒരുപക്ഷെ പലരും ചിലരെ നിസ്സാരരെന്ന് കാണുന്ന ആളുകളുമായി സംസാരിക്കുമ്പോഴാണ് നമുക്ക് പലപ്പോഴും പുതിയ പുതിയ ആശയങ്ങളും പുതിയ പുതിയ അറിവുകളും കിട്ടുന്നത്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞാൻ പത്രങ്ങൾ വായിക്കും, മറ്റു വായന വളരെ കുറവാണ്. വളരെ കുറവെന്ന് പറഞ്ഞാൽ അതിനുള്ള സമയവും സാഹചര്യവും കിട്ടാത്തത് കൊണ്ട്. പിന്നെ എനിക്ക് കിട്ടുന്ന അറിവുകളും ഞാൻ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതും ജനങ്ങളുമായിട്ടുള്ള ഇടപെടലിൽ കൂടി, അവരുമായിട്ട് സമ്പാദിക്കുന്നതിലൂടി കിട്ടുന്ന അനുഭവങ്ങളാണ്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ അനുഭവങ്ങളാണ്. ഞാൻ ഭരണരംഗത്തും രാഷ്ട്രീയ രംഗത്തും നമുക്ക് പല കാര്യങ്ങളും എനിക്ക് സ്വീകരിക്കാൻ സാധിക്കുന്നത് ഇതുപോലെ ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് അതൊരു നഷ്ടമായിട്ടല്ല, എൻ്റെ നേട്ടമായിട്ടാണ് കാണുന്നത്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ജനസമ്പർക്ക പരിപാടിയെക്കുറിച്ച് ആളുകൾ പറയും, വില്ലേജ് ഓഫീസറോ പഞ്ചായത്ത് സെക്രട്ടറിയോ ചെയ്യേണ്ട ജോലിയല്ലേ. ചില കാര്യങ്ങൾ അതാണ്, ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ പഞ്ചായത്ത് സെക്രട്ടറിക്കും വില്ലേജ് ഓഫീസർക്കും ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ ചില തടസ്സങ്ങൾ ഓരോ കാര്യങ്ങളിലുണ്ട്. ആ തടസ്സങ്ങൾ നമുക്ക് അറിവ് തരുന്നത് അതുകൊണ്ട് കഷ്ടപ്പാട് അനുഭവിക്കുന്ന പാവപ്പെട്ടവരാ. അവരുടെ ദുരിതങ്ങളിൽ നിന്നാണ് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പാഠപുസ്തകം എന്ന് പറയുന്നത് ജനങ്ങളാണ്. ജനങ്ങളിൽ നിന്നാണ് എനിക്ക് അറിവ് കിട്ടുന്നതും കാര്യങ്ങൾ മനസ്സിലാക്കാൻ അവസരം ലഭിക്കുന്നതുമെന്ന് വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്. 50 കൊല്ലം ഒരു നീണ്ട കാലഘട്ടമാണ്. 50 കൊല്ലം മുമ്പത്തെ രാഷ്ട്രീയ സാഹചര്യവും ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യവും തമ്മിൽ വലിയ വ്യത്യാസങ്ങളുണ്ട്. വലിയ വ്യത്യാസങ്ങൾ നല്ലതിനു വേണ്ടിയുള്ള വ്യത്യാസമല്ല, അത് നമ്മുടെ ജനാധിപത്യത്തിന് ഒട്ടും ഭൂഷണമല്ലാത്ത കാര്യങ്ങൾ. ഇന്ന് രാഷ്ട്രീയം ജനനന്മയ്ക്ക് വേണ്ടിയായിരിക്കണം, നാടിന്റെ വികസനത്തിന് വേണ്ടിയായിരിക്കണം. പക്ഷേ പലപ്പോഴും അതിൽ നിന്ന് വ്യതിചലിച്ചു പോവുകയാണ്. 70-ൽ ഞാൻ മത്സരിക്കുമ്പോൾ ആ തിരഞ്ഞെടുപ്പിനും തുടർന്ന് വന്ന ചില തിരഞ്ഞെടുപ്പുകളിലുമൊക്കെ പ്രകടന പത്രിക ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പാർട്ടിയുടെ നയങ്ങളും പരിപാടികളും തെരഞ്ഞെടുപ്പിൽ സജീവമായി ചർച്ച ചെയ്യപ്പെടും. പക്ഷെ ഇന്ന് അതൊക്കെ മാറിപ്പോകുകയല്ലേ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അത് ജനാധിപത്യത്തിന് ശക്തി കൂട്ടുകയല്ല, ജനാധിപത്യത്തെ ബലഹീനമാക്കേ ഉള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.